ഫ്ലവേഴ്സ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ചാനലിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ബണ്ണി റാബിറ്റ്സിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേ പെൻസിൽ എടുക്കണം. അപ്പോൾ ഒരു റാബിറ്റിൻ്റെ ഒക്കെ പോലൊരു സാധനമുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആ റാബിറ്റിൻ്റെ ഒരു മുഖം ഒരു സർക്കിൾ വരയ്ക്കാം കേട്ടോ. കോളായാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തിട്ട് പിന്നെ വരക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 സർക്കിൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഞാൻ 4 കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കുഞ്ഞിക്കൈയും ഇതിൻ്റെ കുഞ്ഞിക്കാലൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ വെട്ടിയെടുക്കാം. അത് ഈസിയാണ്. ഇതിൻ്റെ കുഞ്ഞി സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ കുഞ്ഞിതായിട്ട്. അപ്പോൾ ഗൈസ് ഞാനിവിടെ കുറച്ച് ഇങ്ങനെ സർക്കിൾ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് ഇതിൻ്റെ ചെവി ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച ശേഷം അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ. നമുക്കിനി നമ്മുടെ കളർ പേപ്പർ ഉപയോഗിക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഞാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന 2 ഇങ്ങനെ ബണ്ണിയുടെ ചെവിയാണ്. അപ്പോൾ അങ്ങനത്തെ ചെവി ഒരു കുഞ്ഞിതാക്കിയിട്ട് വെട്ടാം ഈ ഒരു കളർ പേപ്പറിൽ. നമുക്ക് ഈ പേപ്പറിലാണ് നമുക്ക് ഇതിൻ്റെ ചെവി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കുഞ്ഞി ചെവി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് ഇതിനെക്കാട്ടും കുഞ്ഞിതാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ യെല്ലോ പേപ്പർ എടുക്കാം. എന്നിട്ട് അതിൽ ഒരു ഇതിൻ്റെ ഷേപ്പില്ലേ, അതിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റൊമക്ക് വരയ്ക്കാട്ടോ. ഇത് ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിതൊന്ന് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെവി എടുത്തിട്ട് കുറച്ച് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒട്ടിക്കാം. ഇതിലേയും അങ്ങനെ തന്നെ ചെയ്യാം. ഇതിൻ്റെ കുഞ്ഞി സർക്കിൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചൊരു ഹാഫ് ഗ്ലൂ കൊടുക്കാം കേട്ടോ. ഇനി എന്നിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് വേറെ ഒരെണ്ണം കൂടി എടുക്കാം. ഇവിടെ അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുഖം വരച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ കണ്ണ് ഞാനിങ്ങനെയാണ് കേട്ടോ വരച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു W, പിന്നെ അവിടെ ഒരു മാർക്ക് വയ്ക്കുന്നു. ഇവിടെ ഒരു കോർണർ പെൻസിൽ. ഓക്കെ, ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ യെല്ലോ സ്റ്റിക്ക് കൊടുക്കാം കേട്ടോ. കുറച്ച് ഗ്ലൂ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ ബണ്ണ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം.
സെക്യൂർഡ് ആയിട്ട് വെക്കണമെങ്കിൽ ടേപ്പ് ഉപയോഗിക്കാം കേട്ടോ. ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഇത് കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബ്ലൂ ഉണ്ടാക്കിയിട്ടുണ്ട്, റെഡ്, ഗ്രീൻ, പിന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു, ബൈ.